ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റും അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ കുറച്ച് ടിപ്സുകളെ കുറിച്ചെല്ലാമാണ്. അതായത് യൂട്യൂബ് ആപ്ലിക്കേഷനെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു വീഡിയോ എല്ലാം പ്ലേ ചെയ്യുകയാണ്. ഇത്തരത്തിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ സെറ്റിങ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പ്ലേ ബാക്ക് സ്പീഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമുക്ക് ഇത്തരത്തിൽ പ്ലേ ബാക്ക് എല്ലാം ചെയ്യുന്നതിന്, അതായത് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായ ഒരു വാല്യൂ എല്ലാമാണ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ ഒരു ലൈൻ എല്ലാം തന്ന് നമുക്ക് ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാല്യൂ എല്ലാം ഡ്രാഗ് ചെയ്ത് ഇത് കറക്റ്റായി സെറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. ഇപ്പോൾ ഇവിടെ താഴെ നോക്കിയാൽ കാണാം ഡിഫോൾട്ടായ കുറച്ച് വാല്യൂ എല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 1.25 1.5. എന്നാൽ നിങ്ങൾക്ക് ചില വീഡിയോസ് എല്ലാം ചില കറക്റ്റായ ഈ ഒരു കാര്യത്തിൽ കറക്റ്റായി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതൊന്നും നല്ല രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതിനാൽ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഒരു പുതിയ ഫീച്ചർ എല്ലാമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ 1.3 1.4. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന ഇതിൻ്റെ വർദ്ധിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി പ്ലേ ബാക്ക് സ്പീഡെല്ലാം ഇതെല്ലാം തന്നെ കുറയ്ക്കണമെങ്കിൽ ഇത്തരത്തിൽ കുറയ്ക്കാനുള്ള ഓപ്ഷനും ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണിത്. അതായത് കൂടുതൽ കൺട്രോൾ നമുക്ക് ഇത്തരത്തിൽ പ്ലേ ബാക്ക് സ്പീഡിലെല്ലാം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ എല്ലാം കാണുന്നു, ആ ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മ്യൂസിക് എല്ലാം കേൾക്കുന്നു. ഇങ്ങനെ നമുക്ക് ഇതിനൊരു സ്ലീപ്പ് ടൈമർ എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇതിനായി നമ്മൾ ഇവിടെ സ്ലീപ്പ് ടൈമർ എന്നതിൽ പോയതിന് ശേഷം എത്ര സമയം കഴിഞ്ഞാലാണ് ഇത് ഈ ഒരു ടൈമർ എല്ലാം സെറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് ഇവിടെ വെക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 30 മിനിറ്റ്സ് ലെഫ്റ്റ് എന്നെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേ ബാക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം കറക്റ്റായി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈം വരെ എല്ലാം തന്നെ നമുക്ക് ഇത് കറക്റ്റായി പ്ലേ ആകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ലീപ്പ് ടൈമിംഗ് എല്ലാം സെറ്റ് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. ഇതുവരെ ഈ ഒരു കാര്യമൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റു കുറച്ച് ഓപ്ഷൻസ് എന്ന് പറയുന്നത്, നമുക്ക് ഇത്തരത്തിൽ വീഡിയോ എല്ലാം പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ഇങ്ങനെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ക്യാപ്ഷൻ എല്ലാം വേണമെങ്കിൽ, അതായത് ഇവിടെ ഈ CC എന്നതിൽ പോയി നമുക്ക് ഇവിടെ മലയാളം ഓട്ടോ ജനറേറ്റഡ് എന്ന് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വീഡിയോയിലുള്ള ഈ ഒരു കാര്യം എല്ലാം തന്നെ ഇവിടെ നമുക്ക് മലയാളത്തിലെല്ലാം ഇതിൻ്റെ ഈ ഒരു തർജ്ജമയെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ ക്യാപ്ഷൻ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതും വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ സൗണ്ടിലൊന്നും വെക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എല്ലാമാണ്. എന്നാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ പറയുന്നത് എന്നെല്ലാം മനസ്സിലാകണമെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ക്യാപ്ഷൻ എല്ലാം ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ കാര്യമെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളായ കുറച്ച് ഫീച്ചേഴ്സാണ് ഇതെല്ലാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്